പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമേൻ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മശിഹാ തമ്പുരാൻ്റെ പരിപാവനമായ പാദപീഠത്തിൽ ചേർന്നു വന്ന് മാറ്റമില്ലാത്തതും മാധുര്യമേറിയതുമായ തിരുവചനങ്ങളെ ശ്രവിപ്പാൻ നമുക്ക് ഭാഗ്യമൊരുക്കി തന്ന കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഈ കഴിഞ്ഞ 4 പ്രാവശ്യങ്ങളിലായി നാം കേട്ടുകൊണ്ടിരുന്നത് വിലാപം കഴിച്ച ചില മനുഷ്യരെക്കുറിച്ചാണ്. അവിടെയെല്ലാം ഊന്നി പറഞ്ഞ മനോഹരമായ ഒരു ചിന്തയുണ്ട്. വിലാപം കഴിക്കുന്നത് ദൈവസന്നിധിയിലാണെങ്കിൽ ഉത്തരം കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. ഏത് വിഷയവുമാകട്ടെ, നിനക്ക് നിൻ്റെ സങ്കടം ബോധിപ്പിക്കാനൊരു സ്ഥലമുണ്ട്. വിശ്വാസത്തോടെ അടുത്തു വന്ന് വിലാപം കഴിക്കുന്ന ഏതൊരാളുടെയും വിലാപത്തിന് ഉത്തരം തരുവാൻ മതിയായ ഒരു ദൈവമുണ്ട്. കരയുന്നവരുടെ കണ്ണുനീർ കണ്ടിട്ട് കണ്ടില്ലാപ്പെട്ട് ഇരിപ്പാൻ അവന് കഴിയില്ല. അവൻ മനസ്സലിവുള്ള ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ മഹാകരുതലിനെക്കുറിച്ചും ദൈവം നൽകിയ ഉത്തരങ്ങളെക്കുറിച്ചും വിടുതലിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുവല്ലോ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുന്നത് മനുഷ്യരാരുടെയും വിലാപത്തെക്കുറിച്ചല്ല, മറിച്ച് ദൈവത്തിൻ്റെ വിലാപത്തെക്കുറിച്ചത്രേ. മനുഷ്യർ വിലാപം കഴിച്ചതൊക്കെ നാം കണ്ടു. മനുഷ്യർ വിലാപം കഴിച്ചത് ദൈവത്തിൻ്റെ മുമ്പിലാണ്. ദൈവം അതിനെല്ലാം അപ്പോഴപ്പോൾ ഉത്തരം കൊടുത്തു. എന്നാൽ ദൈവത്തിൻ്റെ വിലാപം നിലനിൽക്കുകയാണ്. പഴയ നിയമത്തിൽ യെശയ്യാപ്രവചനം തുടങ്ങുമ്പോൾ യെശയ്യാപ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ ഒരു നിലവിളിയുണ്ട്. ഒരുപാട് വചനപ്രഘോഷകന്മാർ നിരന്തരമായി കൺവെൻഷൻ പന്തലുകളിലും മറ്റും ഈ വേദഭാഗമെടുത്ത് പ്രഘോഷിക്കാറുള്ളതാണ്. അത് ദൈവത്തിന് തൻ്റെ ജനത്തെക്കുറിച്ചുള്ള വിലാപമാണ്. ജനത്തിൻ്റെ വിലാപമല്ല, ദൈവത്തിൻ്റെ വിലാപമാണ്. സ്രഷ്ടാവിൻ്റെ വിലാപമാണ്. ഉടയവൻ്റെ വിലാപമാണ്. പിതാവിൻ്റെ വിലാപമാണ്. ആ വിലാപത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ദൈവം നിലവിളിക്കുന്നത് എന്താണ്? ദൈവം ആകാശത്തെയും ഭൂമിയെയും വിളിച്ചാണ് നിലവിളിക്കുന്നത്, വേറെ ആരെയും വിളിച്ചല്ല. വേറെ ആരും തൻ്റെ നിലവിളി കേൾക്കാൻ ഇല്ലല്ലോ എന്ന് ബോധ്യപ്പെട്ടിട്ടാണ് താൻ സൃഷ്ടിച്ച ആകാശത്തെയും താൻ സൃഷ്ടിച്ച ഭൂമിയെയും പേര് ചൊല്ലി വിളിച്ച് ദൈവമായ കർത്താവ് വിലാപം കഴിക്കുന്നത്. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരിന്നെന്നോട് മത്സരിച്ചിരിക്കുന്നു. മിണ്ടാപ്രാണിയായ കാള തൻ്റെ ഉടയവനെ അറിയും. വിഴുപ്പ് ചുമക്കുന്ന ഹീനമൃഗമായ കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയും അറിയും. എന്നാൽ എൻ്റെ ജനം, ഞാൻ സ്നേഹിച്ച ജനം, എൻ്റെ സൃഷ്ടികളുടെ മകുടമായി ഞാൻ സൃഷ്ടിച്ച എൻ്റെ ജനം, സകല സൃഷ്ടിക്കും മേൽ രാജാവായി ഞാൻ വാഴിച്ച എൻ്റെ ജനം, ഞാൻ അവരുടെ മൂക്കിൽ ജീവശ്വാസം ഊതിക്കയറ്റിയ എൻ്റെ ജനം, ബുദ്ധിയും വിവേകവും പരിജ്ഞാനവും ഞാൻ പകർന്നു കൊടുത്ത എൻ്റെ ജനം, എൻ്റെ രൂപവും എൻ്റെ സാദൃശ്യവും കൊടുത്ത് എന്നോടൊപ്പം നിർത്താൻ ഞാൻ മോഹിച്ച, ദാഹിച്ച, ആശിച്ച എൻ്റെ ജനം, അവരെന്നെ മറന്നുപോയിരിക്കുന്നു. അവർക്ക് എന്നോട് സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരെന്നെ വിട്ട് അന്യ ആരാധനയ്ക്ക് പോയിരിക്കുന്നു. അവരെന്നെ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നു. അവർക്ക് എന്നോടുള്ള പ്രിയം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അവർക്കെന്നെ സ്നേഹിക്കാൻ കഴിയാതെയായിരിക്കുന്നു. ഞാൻ അവർക്ക് നന്മയല്ലാതെ തിന്മയൊന്നും ചെയ്തിട്ടില്ല, ഉപകാരമല്ലാതെ അപകാരമൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇന്നോളം എൻ്റെ ജനത്തെ സ്നേഹിച്ചതല്ലാതെ അവർക്ക് മുറിവുകളൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ എൻ്റെ ജനം എന്നെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. ഒരു കാളയുടെ വിവേകം അവർ കാണിക്കുന്നില്ല. ഒരു കഴുതയുടെ വിചാരം പോലും എൻ്റെ ജനം എന്നെക്കുറിച്ച് വിചാരിക്കുന്നില്ല. അവയ്ക്ക് എവിടെ യജമാനനെക്കുറിച്ച് അറിയാം, പക്ഷേ എൻ്റെ ജനത്തിന് എന്നെക്കുറിച്ച് ഓർമ്മയില്ല. അവർ സ്വാർത്ഥരായിപ്പോയി, അഹങ്കാരികളായിപ്പോയി, മത്സരികളായിപ്പോയി, നിഗളികളായിപ്പോയി. അവരെന്നെ ഉപേക്ഷിച്ച് പരസംഗം ചെയ്തിരിക്കുന്ന ഒരു ജനമായി മാറിയിരിക്കുന്നു. ദൈവശാസ്ത്രപരമായി ദൈവത്തെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ തേടിപ്പോയി ആരാധിക്കുന്ന, പ്രാപിക്കുന്ന അവസ്ഥയ്ക്ക് വ്യഭിചാരമെന്നാണ്
വേദശാസ്ത്രം പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് പഴയ നിയമത്തിൽ മുഴുവനും അത് വിവക്ഷിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം അങ്ങ് വാ വിട്ട് നിലവിളിക്കുന്ന ഒരു രംഗമാണ്. ഇത് നമ്മിൽ പലർക്കും മനസ്സിലായിട്ടില്ല ഇപ്പോഴും. ഇത് യെശയ്യാ പ്രവാചകൻ പ്രവചനം പറഞ്ഞ കാലത്ത് BC 8-ാം നൂറ്റാണ്ടിലുണ്ടായ അന്നത്തെ ആത്മീക തകർച്ചയെക്കുറിച്ചും ധാർമ്മിക തകർച്ചയെക്കുറിച്ചും വിശ്വാസ തകർച്ചയെക്കുറിച്ചും ദൈവജനത്തിൻ്റെ വഴിപിഴച്ച ജീവിതശൈലിയെക്കുറിച്ചും നടത്തപ്പെട്ട ദൈവീക വിലാപത്തിൻ്റെ സാക്ഷ്യമാണ്. അത് അന്ന് മാത്രം സംഭവിച്ച കാര്യമാണെന്നും അതിനിന്ന് പ്രസക്തിയില്ലെന്നും ഒന്നും നമ്മൾ ചിന്തിക്കരുത്. തികച്ചും ആനുകാലിക പ്രസക്തമായ ഒരു വിഷയമാണ് ദൈവത്തിൻ്റെ വിലാപം. ഒരു പക്ഷേ അന്നത്തേതിനേക്കാൾ ഇന്ന് അത് ഏറെ പ്രസക്തിയുള്ളതാണ്. വ്യത്യാസം എന്താണ് പ്രിയപ്പെട്ടവരെ? ഇപ്പറഞ്ഞ വാക്കുകളെല്ലാം നമ്മെ സംബന്ധിച്ചും വലിയൊരളവ് വരെ ദൈവ മുമ്പിൽ ശരിയായിട്ടല്ലേ വരുന്നത്. നമുക്ക് ദൈവവുമായി എത്രത്തോളം ബന്ധമുണ്ട്? നമുക്ക് ദൈവവുമായിട്ടൊരു ആത്മബന്ധമുണ്ടോ? നമുക്ക് ദൈവവുമായിട്ടൊരു വ്യക്തിബന്ധമുണ്ടോ? നാം നാൾതോറും ദൈവത്തിൻ്റെ സന്നിധിയിൽ കുശലം പറയുന്നവരാണോ? നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ സകല കാര്യങ്ങളും ദൈവവുമായി സംസാരിക്കാറുണ്ടോ? ദൈവത്തിൻ്റെ അരികിൽ കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നാം വരാറുണ്ടോ? ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനമാണെന്ന ബോധം നമ്മളിൽ എത്ര പേരെ ഭരിക്കുന്നുണ്ട്? ഞാൻ ഇന്ന് കണ്ണു തുറന്നത്, ഉണർന്നത്, എഴുന്നേറ്റത് എൻ്റെ ദൈവത്തിൻ്റെ കൃപയാലാണെന്ന് ഓർക്കുന്ന എത്ര പേരുണ്ട്? ഓരോ നിമിഷവും ഓരോ ചുവടും പറിച്ചു വയ്ക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ കരുത്തുള്ള കരം എന്നെ താങ്ങയാലാണ് തെന്നാതെ വഴുതാതെ വീഴാതെ ഞാൻ നടക്കുന്നതെന്ന് ഉള്ളിലുറപ്പിച്ച് ബോധ്യപ്പെട്ട എത്ര പേരുണ്ട്? ഇല്ല. പാപത്തിൻ്റെ പിടിയിൽ അമർന്ന് പാപസുഖങ്ങളിൽ ആറാടി പാപങ്ങളെ തേടി കണ്ടെത്തി അതിൽ മുഴുകി മുങ്ങി അതിൻ്റെ ഭാഗമായി ഈ ലോകത്തിന് അനുരൂപമായി ജീവിച്ചു തീർക്കയല്ലേ ഒത്തിരി പേരും തങ്ങളുടെ ജീവിതം. എത്ര ഭയാനകമാണ് പ്രിയപ്പെട്ടവരെ! ദൈവത്തെ മറക്കുന്നവർ, പാപത്തിൽ മുഴുകുന്നവർ, പ്രവചനം മുൻപോട്ട് വരുമ്പോൾ മദ്യപാനത്തിൽ മുഴുകുന്നവർ, സ്വാർത്ഥതയിൽ മുഴുകുന്നവർ, ദൈവത്തെ അന്വേഷിക്കാതെ പാപപ്രവൃത്തികളിൽ നേരം പോക്കുന്നവരെക്കുറിച്ചൊക്കെ 5-ാം അധ്യായത്തിൽ വ്യക്തമായി ദൈവം പരാമർശിക്കുന്നുണ്ട്. ഞാനവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നട്ടത് ഞാനാണ്, നനച്ചത് ഞാനാണ്, തടമെടുത്തത് ഞാനാണ്, വളമിട്ടത് ഞാനാണ്, വെള്ളമൊഴിച്ചത് ഞാനാണ്, ചുറ്റും വേലി കെട്ടിയത് ഞാനാണ്, ഫലം കായ്ക്കുമെന്ന് വിചാരിച്ച് ചക്ക് നാട്ടി കാത്തിരുന്നത് ഞാനാണ്, കാവൽക്കാരെ നിർത്താൻ ഗോപുരം പണിതത് ഞാനാണ്. പക്ഷേ എൻ്റെ ജനം കായ്ച്ചത് കാട്ടുമുന്തിരിങ്ങ അത്രേ, കയ്പും ചൊറിച്ചിലുമുള്ള കാട്ടുമുന്തിരിങ്ങ. അതെനിക്ക് സഹിക്കവയ്യ എന്ന് ദൈവം വലിയ വിലാപം കഴിക്കുന്നതാണ് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ഇത് നമ്മെക്കുറിച്ചുള്ള വിലാപമല്ലേ? ദൈവവുമായിട്ട് വ്യക്തിപരമായി നമുക്ക് എത്രത്തോളം ബന്ധമുണ്ട്, സ്നേഹമുണ്ട് ദൈവത്തോട്. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ദൈവത്തെ വേദനിപ്പിക്കുന്ന യാതൊരു ക്രിയകളിലും ഏർപ്പെടാൻ കഴിയില്ല. ദൈവത്തിന് ഇഷ്ടമല്ലാത്തതൊന്നും ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ചെയ്യാൻ കഴിയില്ല. അത് ദൈവസന്നിധിയിൽ മാത്രമല്ല, ലോകപ്രകാരവും ശരിയാണ്. ഭാര്യയെ സ്നേഹിക്കുന്ന ഏതൊരു ഭർത്താവിനും ഭാര്യയ്ക്ക് വേദനയുണ്ടാക്കുന്നതോ സഹിക്കാൻ പറ്റാത്തതോ ആയ ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല. സ്നേഹമുണ്ടെങ്കിൽ അവനത് ചെയ്യില്ല. ഭർത്താവ് മദ്യപിക്കുന്നത് ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അവൾക്കത് വേദനയുണ്ടാക്കുന്നുണ്ടെന്ന് ഭർത്താവിന് ബോധ്യപ്പെട്ടാൽ അവൻ അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവനത് ഉപേക്ഷിക്കും. എന്തുകൊണ്ടെന്നാൽ അവളോട് അവന് ഈ മദ്യത്തോടുള്ളതിൽ കൂടുതൽ സ്നേഹമുണ്ട്. ബാലൻസ് ചെയ്ത് നോക്കുമ്പോൾ ഭാര്യയുടെ വേദനയെക്കാളും ഭർത്താവിന് വലുത് മദ്യപിക്കുമ്പോഴുള്ള സുഖമാണെങ്കിൽ അവൻ മദ്യത്തെ സ്നേഹിച്ച് ഭാര്യത്തിൽ മാറ്റി നിർത്തും. ഇവിടെയാണ് പറയുന്നത്, സ്നേഹമുള്ളൊരാൾ, യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടെങ്കിൽ തന്നെ സ്നേഹിക്കുന്ന ആളെ മുറിവേൽപ്പിക്കാൻ അവർക്ക് കഴിയില്ല. അതുപോലെ ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഭാര്യ ചെയ്യില്ല. സ്നേഹമുള്ളൊരു ഭാര്യയ്ക്ക് അത് ചെയ്യാനാകില്ല. ഭർത്താവിന് വേദനയുണ്ടാക്കുന്ന, അസഹ്യതയുണ്ടാക്കുന്ന ഒരു നിലപാട് ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പറ്റില്ല, ഭാര്യയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പറ്റില്ല. കാരണം അവൾ അവനെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ പങ്കാളിക്ക് മുറിവേൽക്കരുത്, എൻ്റെ പങ്കാളിക്ക് വേദനയുണ്ടാകരുത്, ഞാൻ എൻ്റെ ജീവിതത്തെ സൂക്ഷ്മതയോടെ നയിക്കണം. ഇതൊരു വലിയ
സമർപ്പണമാണ് പ്രിയപ്പെട്ടവരെ. ഇത് ആത്മീയതയിൽ ചേർത്ത് വെച്ചാൽ എൻ്റെ ദൈവത്തിന് മുറിവേൽക്കരുത്, എൻ്റെ ദൈവത്തിൻ്റെ കണ്ണ് നിറയരുത്, എൻ്റെ ദൈവം ഒരിക്കലും സങ്കടപ്പെടരുത് എന്നെ ചൊല്ലി, എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരിക്കലും ആശങ്കയുണ്ടാകരുത്. അതുകൊണ്ട് എൻ്റെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചും കൽപ്പന പ്രമാണിച്ചും വിശുദ്ധിയിലും ഭക്തിയിലും നീതിബോധത്തോടെ ഞാൻ ജീവിക്കണം. ഇതാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ഉള്ളത്തിലുണ്ടാകേണ്ട വികാരം. എന്നാൽ ദൈവം അരുത് എന്ന് പറഞ്ഞ മദ്യപാനമാകട്ടെ, വ്യഭിചാരമാകട്ടെ, വെറുക്കൂത്തുകളാകട്ടെ, ആഡംബരപ്രിയമാകട്ടെ, ദ്രവ്യാഗ്രഹമാകട്ടെ, ഇങ്ങനെ പോയാൽ ദൈവനിഷേധമാകട്ടെ, അവിശ്വാസമാകട്ടെ, അന്യാരാധനയാകട്ടെ, എത്ര തിന്മകൾ നാൾതോറും നാം ദൈവത്തെ നിലവിളിക്കാൻ പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തെ വലിയ വേദനയുടെ നിലവിളിയിലേക്ക് തള്ളിവിടുന്നവരായി മാറുകയല്ലേ? നമ്മുടെ വ്യക്തിപരമായ ജീവിതം നാം പരിശോധിക്കണം പ്രിയപ്പെട്ടവരെ. അച്ഛനോട് പലപ്പോഴും ആളുകൾ ചോദിച്ചിട്ടുണ്ട്, അച്ഛാ ഇത്ര ശക്തമായ ഭാഷയിൽ ഇത്ര രൂക്ഷമായിട്ടൊക്കെ സംസാരിക്കുന്നല്ലോ, കുറച്ചുകൂടെ മയമായി, കുറച്ചുകൂടെ ശാന്തമായി കാര്യങ്ങൾ പറയരുതോ? സത്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ വേദപുസ്തകം തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച നിറഞ്ഞൊഴുകുന്ന കണ്ണോടെ നിന്ന് വാവിട്ട് നിലവിളിക്കുന്ന ദൈവത്തിൻ്റെ ചിത്രമാണ്. അത് കാണുമ്പോൾ അറിയാതെ ദൈവത്തിൻ്റെ ആ നൊമ്പരം കണ്ടിട്ട് പ്രവാചകന്മാരുടെ വാക്കിന് വാളിനേക്കാൾ മൂർച്ചയേറിയതുപോലെ വാക്കുകൾ മൂർച്ചയുള്ളതായി മാറിപ്പോകുന്നതാണ്. എൻ്റെ ദൈവം ഇങ്ങനെ നിലവിളിക്കുമ്പോൾ എനിക്കെങ്ങനെ ശാന്തനായിരിക്കാൻ കഴിയുമെന്ന് പ്രവാചകൻ ചോദിക്കുന്നുണ്ടല്ലോ. അതുതന്നെയാണ് അച്ഛനെയും ഭരിക്കുന്ന വികാരം. നമ്മൾ നമ്മളെക്കുറിച്ചൊന്ന് വിചാരിക്കണം. ഞാൻ എൻ്റെ ദൈവത്തെ കരയിപ്പിക്കുന്നയാളാണോ? എൻ്റെ ദൈവം ഇപ്പോൾ കണ്ണുനീരോടെ ഇരിക്കുകയാണോ? അതോ എൻ്റെ ദൈവം എന്നെ നോക്കി പുഞ്ചിരിക്കുകയാണോ? സ്വന്തം മക്കൾ വഴിതെറ്റിപ്പോയാൽ, തോന്നിയവാസം നടന്നാൽ, ഏതെങ്കിലും അകൃത്യം പ്രവർത്തിച്ചാൽ, അവരുടെ പേരിൽ വളരെ വഷളായ പ്രവർത്തിക്ക് ഒരു പോലീസ് കേസുണ്ടായാൽ, അവരെ കൈവിലങ്ങ് വെച്ച് പോലീസ് കൊണ്ടുപോകുന്ന പടം പത്രത്തിൽ വന്നാൽ, ഏതെങ്കിലും ഒരപ്പന്, ഏതെങ്കിലും ഒരമ്മയ്ക്ക് സമാധാനം ഉണ്ടാകുമോ? അവർക്ക് പിന്നെ ചിരിക്കാൻ കഴിയുമോ? അവരുടെ കണ്ണ് തിളങ്ങുമോ? മുഖത്ത് പുഞ്ചിരി കാണുമോ? സ്വന്തം മക്കൾ വഴിതെറ്റിപ്പോയാൽ ഹൃദയവ്യഥയോടെ വിലാപം കഴിക്കുന്നവരല്ലേ മനുഷ്യരായ ഏത് മാതാപിതാക്കളും. അങ്ങനെ വിലാപം കഴിച്ചുകൊണ്ട് തോരാത്ത കണ്ണുകളുമായി ഇരിക്കുന്ന ചിലരെങ്കിലും ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയല്ലേ ദൈവത്തിൻ്റെയും മാനസികാവസ്ഥ? സ്വന്തം ജനം വഴിതെറ്റിപ്പോകുമ്പോൾ, സ്വന്തം മക്കൾ വഴിതെറ്റിപ്പോകുമ്പോൾ ദൈവം എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ സങ്കടപ്പെടാതിരിക്കുക? ദൈവത്തിൻ്റെ വിലാപത്തിന് ആരാണ് ഉത്തരം കൊടുക്കേണ്ടത്? ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാനും നിങ്ങളും കഴിച്ച നിലവിളിക്ക് ദൈവം ഉത്തരം തരും, തുടർന്ന് തന്നുകൊണ്ടിരിക്കും. ദൈവം കഴിക്കുന്ന നിലവിളിക്ക് ആരാണ് ഉത്തരം കൊടുക്കുക? എൻ്റെ ദൈവം ഇന്ന് നിലവിളിക്കുന്നത് എന്നെ ചൊല്ലിയാണെങ്കിൽ ആ നിലവിളിക്ക് ഉത്തരം കൊടുക്കേണ്ടത് ഞാനാണ്. ആ കണ്ണുനീർ തുടയ്ക്കേണ്ടത് ഞാനാണ്. ആ വിലാപം അവസാനിപ്പിക്കേണ്ടത് ഞാനാണ്. ഞാനത് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം നിലവിളി തുടർന്നുകൊണ്ടേയിരിക്കും. എൻ്റെ ഏത് വിലാപത്തിനും ഉത്തരം തന്ന ദൈവത്തെ ഞാനിപ്പോൾ കണ്ണുനീർ കയത്തിൽ തള്ളിയിടാമോ? അത്രയ്ക്ക് നീചനും നീതികെട്ടവനുമായി ഞാൻ മാറാമോ? സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ. സ്വാർത്ഥത കൊണ്ടും അഹങ്കാരം കൊണ്ടും നിഗളം കൊണ്ടും മത്സരം കൊണ്ടും ദൈവത്തെ നിരന്തരം മുറിവേൽപ്പിക്കുന്ന ഞാനും നിങ്ങളും തിരുത്തപ്പെടേണ്ടതുണ്ട്. തൻ്റെ നിലവിളി കേൾക്കാൻ മനുഷ്യരായി ആരും അവശേഷിപ്പില്ലാത്തത് കൊണ്ടല്ലേ ദൈവം ആകാശത്തെയും ഭൂമിയെയും പേർ ചൊല്ലി വിളിച്ച് വിലാപം കഴിക്കുന്നത്. ഇപ്രകാരം ദൈവം വലിയ വിലാപം കഴിക്കുമ്പോൾ അന്ധരെ പോലെ നമുക്ക് ഇരിക്കാനാകുമോ പ്രിയപ്പെട്ടവരെ? ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉള്ളൊന്ന് ഉലയേണ്ടതല്ലേ? അധരമൊന്ന് വിതുമ്പേണ്ടതല്ലേ? എന്നെ ചൊല്ലിയാണല്ലോ എൻ്റെ ദൈവം നിലവിളിക്കുന്നതെന്ന് നെഞ്ചിലൊരു നീറ്റലുണ്ടാകേണ്ടതല്ലയോ? മുട്ടുകുത്തിയൊന്ന് നിന്നിട്ട്, എൻ്റെ തമ്പുരാനെ, ഞാനാണ് നിന്നെ കണ്ണുനീരണിയിച്ചത്, നിൻ്റെ വിലാപത്തിൻ്റെ ഉത്തരവാദി ഞാനാണ്, ഇന്ന് നിൻ്റെ കണ്ണുനീർ തോരണം, ഞാൻ എൻ്റെ തെറ്റ് തിരുത്തിക്കൊള്ളാം, തിരിച്ചു വന്നുകൊള്ളാം, തിരുത്തപ്പെട്ടുകൊള്ളാമെന്ന് ദൈവസന്നിധിയിൽ ഒന്ന് സമ്മതിക്കാനും ഒന്ന് തിരുത്തപ്പെടാനും നമുക്ക് മനസ്സുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വിലാപത്തിന് അറുതി വരിക തന്നെ ചെയ്യും. അല്ല, നാം നമ്മുടെ പാപത്തിലും സ്വാർത്ഥതയിലും അഹന്തയിലും മത്സരത്തിലും അവിശ്വാസത്തിലുമൊക്കെ തുടരാനാണ് ഭാവമെങ്കിൽ ദൈവത്തിൻ്റെ വിലാപവും തുടർന്നുകൊണ്ടിരിക്കും.
മനുഷ്യൻ്റെ സകല വിലാപങ്ങൾക്കും ഉത്തരം കൊടുത്ത് ദൈവത്തെ തീരാത്ത വേദനയിലും തോരാത്ത കണ്ണുനീരിലും തള്ളിയിടുന്നത് എത്ര നീചമായ പ്രവൃത്തിയാണ് പ്രിയപ്പെട്ടവരെ. നമ്മളത് തിരുത്തേണ്ടതല്ലയോ? ദൈവത്തിൻ്റെ വിലാപം അത് നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വിലാപത്തിൻ്റെ മറ്റൊരു ഭാഗം നമുക്ക് പുതിയ നിയമത്തിൽ കണ്ടെത്താൻ കഴിയും. യേശുക്രിസ്തു യെരൂശലേമിനെ നോക്കി കരയുന്ന വിലാപമാണത്. യേശുക്രിസ്തുവിൻ്റെ ഹോശന്ന പെരുന്നാളിന് മുൻപ് ഒലിവുമലയിൽ ഇരുന്ന് അവൻ യെരൂശലേമിനെ നോക്കിക്കാണുകയാണ്. യെരൂശലേം പട്ടണത്തേക്കാൾ കുറച്ചുകൂടെ ഉയരമുള്ള ഒരു മലയാണ് ഒലിവുമല. ഒലിവുമലയിൽ നിന്ന് പടിഞ്ഞാറോട്ട് നോക്കിയാൽ കാണുന്നതാണ് യെരൂശലേം പട്ടണം, ദാവീദിൻ്റെ പട്ടണം, രാജാവിൻ്റെ പട്ടണം, ദൈവത്തിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന പട്ടണം. സ്വർഗാദി സ്വർഗത്തിൽ രാജാതിരാജനായി വാഴുന്ന ദൈവം തമ്പുരാൻ ഇറങ്ങി അധിവാസം കൊള്ളുന്ന യെരൂശലേം ദൈവാലയവും അതിലെ മഹാവിശുദ്ധ സ്ഥലവും കൃപാസനവും സ്ഥിതി ചെയ്യുന്ന യെരൂശലേം, ആ യെരൂശലേമിനെ നോക്കി കർത്താവ് വലിയ നിലവിളി കഴിക്കുന്നതായി ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 19-ാം അധ്യായം 41-42 തിരുവചനങ്ങളിലുണ്ട്. യെരൂശലേമേ, യെരൂശലേമേ, യെരൂശലേമിന് നാളെ വരാൻ പോകുന്ന ഒരിക്കലും തടഞ്ഞു നിർത്താനാകാത്ത തകർച്ച മുൻകൂട്ടി ബോധ്യപ്പെട്ടിട്ട് അതോർത്ത് കർത്താവ് നിലവിളിക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. യെരൂശലേമേ, യെരൂശലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകഴിക്ക് കീഴിൽ മറയ്ക്കുന്നത് പോലെ നിങ്ങളെ എൻ്റെ ചിറകിൻ്റെ കീഴിൽ മറയ്ക്കാൻ എനിക്ക് എത്രയോ വട്ടം മനസ്സായിരുന്നു. നിനക്കത് മനസ്സിലായില്ലല്ലോ, നീ അത് തിരിച്ചറിഞ്ഞില്ലല്ലോ. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നീ തകർക്കപ്പെടുന്ന നാൾ വരുമല്ലോ. നിന്റെ കണ്ണിന് ആ വലിയ സംരക്ഷണം മറഞ്ഞിരിക്കുന്നല്ലോ. യെരൂശലേമിനെ നോക്കി കർത്താവ് വലിയ വിലാപം കഴിക്കുകയാണ്. രാജാതിരാജനും കർത്താധികർത്താവും രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ തമ്പുരാൻ മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പ്രായശ്ചിത്തമാകുവാൻ വീണ്ടെടുക്കുവാൻ സ്വർഗം വിട്ട് ഭൂമിയിലിറങ്ങി വന്നിട്ട് യെരൂശലേം ഭരിച്ചിരുന്ന രാജാവിനോ യെരൂശലേമിലെ ദൈവാലയത്തിൽ അധികാരം കൈയാളിയിരുന്ന പുരോഹിത വൃന്ദത്തിനോ കർത്താവിൻ്റെ സ്വന്തം ജനത്തിനോ ഈ രക്ഷിതാവിനെ തിരിച്ചറിയാനോ സ്വീകരിക്കാനോ കൈക്കൊള്ളാനോ മനസ്സായില്ല. മുൻപ് പ്രവാചകന്മാരോട് ചെയ്തതുപോലെ തന്നെ ദൈവപുത്രനോടും അവർ ചെയ്യുകയാണ്. ഈ രാജ്യം ഇപ്രകാരം വലിയ തിന്മ പ്രവർത്തിക്കുന്നത് കൊണ്ട്, രക്ഷിതാവിനെ തള്ളിക്കളയുന്നത് കൊണ്ട്, തങ്ങൾക്ക് സൗജന്യമായി കിട്ടുന്ന രക്ഷ വേണ്ടെന്ന് വെച്ചതുകൊണ്ട്, ഇസ്രായേലിൻ്റെ യഥാർത്ഥ രാജാവിനെ കുരിശിൽ തറയ്ക്കാൻ വിധിക്കുന്നത് കൊണ്ട് ഈ രാജ്യം ചുട്ട് ചാമ്പലാക്കപ്പെട്ടു പോകും. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അത് തകർക്കപ്പെടുമെന്ന് കർത്താവ് മുൻകൂട്ടി കണ്ടു. AD 70 അത് സംഭവിച്ചല്ലോ. തീത്തോസിൻ്റെ ആക്രമണത്തിൽ യെരൂശലേം തകർക്കപ്പെട്ടു, യെരൂശലേം ചുട്ട് ചാമ്പലാക്കപ്പെട്ടു. യഹൂദിയ എന്ന രാജ്യം തന്നെ ഇല്ലാതെയായി. ഇസ്രയേൽ ലോകം മുഴുവൻ ചിതറിപ്പോയി. അത് ചരിത്രലിപികളിൽ കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ട്. വരാൻ പോകുന്ന ഒരു തകർച്ച മുൻകൂട്ടി കണ്ടിട്ടാണ് ദൈവം യെരൂശലേമിനെ നോക്കി വിലാപം കഴിക്കുന്നത്. ആത്മീയമായി ചേർത്ത് വെച്ചാൽ ഞാനും നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സൃഷ്ടി, ദൈവത്തിൻ്റെ ജനം, ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളത്തിൽ അധിവസിക്കുന്നവർ, ഓരോരോ ദൈവാലയങ്ങളാണ് ഞാനും നിങ്ങളും. തത്വത്തിൽ പറഞ്ഞു വെച്ചാൽ നാം യെരൂശലേമിൻ്റെ പ്രതീകങ്ങളാണ്. ഇന്ന് കർത്താവ് വിലാപം കഴിക്കുന്നത് ഞാൻ എന്ന യെരൂശലേമിനെ നോക്കിയാണ്, നീ എന്ന യെരൂശലേമിനെ നോക്കിയാണ്. നമുക്ക് വരാൻ പോകുന്ന വലിയ തകർച്ച അവൻ കാണുന്നുണ്ട്. ധാർമ്മികമായി തിരുത്തപ്പെടാതിരുന്നാൽ, പാപത്തെ വിട്ട് മടങ്ങി വരാതിരുന്നാൽ, പശ്ചാത്താപമുണ്ടാകാതിരുന്നാൽ, രക്ഷിതാവിനെ സ്വീകരിക്കാതിരുന്നാൽ, അവസരമേറെ കിട്ടിയിട്ടും അതെല്ലാം നിഷേധിച്ച് മത്സരിച്ച് ജീവിതം തുടർന്നാൽ, ഇവിടെ പലരും ദൈവത്തെ കുറ്റപ്പെടുത്താൻ വഴി നോക്കുകയാണ്. ദൈവം അങ്ങനെ ചെയ്യാൻ കൊള്ളാമോ? ദൈവത്തിന് അങ്ങനെ മനുഷ്യനെ തകർക്കാൻ വിട്ടുകൊടുക്കാൻ കൊള്ളാമോ? ദൈവം സംരക്ഷിക്കേണ്ടവനല്ലേ? ആ ചോദ്യമെല്ലാം മനുഷ്യൻ്റെ സ്വാർത്ഥതയിൽ നിന്നും അഹന്തതയിൽ നിന്നും ഉടലെടുക്കുന്നതാണ്. 1000 അവസരങ്ങൾ ദൈവം തന്നിട്ടും ഈ അവസരങ്ങളൊന്നും മുതലാക്കാതെ തൻ്റെ സ്വാർത്ഥതയിലും അഹങ്കാരത്തിലും മത്സരത്തിലും ഒരാൾ തുടർന്നിട്ട്
സ്വയംകൃതാനർത്ഥത്തിൽ വീണ് നാശം നേരിടുമ്പോൾ ദൈവം എന്നെ സംരക്ഷിക്കാതിരുന്നത് എന്ത് എന്ന് ചോദിക്കുന്ന മനുഷ്യൻ എത്ര വലിയ വിഡ്ഢിയാണ് പ്രിയപ്പെട്ടവരെ. നമുക്കൊക്കെ എത്ര ചാൻസുകൾ കിട്ടി അനുദപിക്കാൻ, മാനസാന്തരപ്പെടാൻ, മടങ്ങി വരാൻ, യഥാസ്ഥാനപ്പെടാൻ, തെറ്റുതിരുത്താൻ. എന്തേ തിരുത്തപ്പെട്ടില്ല? ഉത്തരവാദി ദൈവമല്ലല്ലോ. ദൈവത്തെ കുറ്റവാളിയാക്കാനുള്ള നമ്മുടെ ശ്രമം തിരുത്തപ്പെടണം. ഇന്ന് ആളുകളുടെ ഒരു വിചാരം, ദൈവം എനിക്ക് വേണ്ടി ഞാൻ ഇച്ഛിക്കുന്നത് പോലെ ചിന്തിക്കുന്നത് പോലെ നിൽക്കേണ്ട എൻ്റെ അടിമയോ എൻ്റെ വേലക്കാരനോ പോലൊരാളാണെന്ന്. അങ്ങനെ ദൈവത്തെ കാണല്ലേ, അത് വലിയ അപകടമാണ്. ദൈവം അധികാരിയാണ്, അവൻ സേവകനല്ല. താണിറങ്ങി ഭൂമിയിൽ വന്ന് മാനവകുലത്തെ പരിത്രാണം ചെയ്യാൻ സ്നേഹത്തിൻ്റെ സുവിശേഷം പകുത്തുവെച്ച് അവരുടെ രോഗികളെ സുഖപ്പെടുത്തി, കാറ്റിനെയും കടലിനെയും വിരൽത്തുമ്പിൽ പിടിച്ചു നിർത്തി പ്രകൃതി ശക്തികളുടെ മേൽ അധികാരമുള്ള ദൈവമാണെന്ന് അവൻ തെളിയിച്ചു. അപ്പം വർദ്ധിപ്പിച്ച് ആയിരങ്ങളെ പോഷിപ്പിച്ച് വിശക്കുന്നവൻ അപ്പം കൊടുക്കുന്ന ദൈവമാണെന്ന് അവൻ തെളിയിച്ചു. പറവിക്കുരുടന് കണ്ണിന് കാഴ്ച ഉണ്ടാക്കി കൊടുത്ത് ഇരുൾ മാറ്റി വെളിച്ചം പകരുന്ന പ്രകാശമാണ് താനെന്ന് അവരുടെ മുമ്പിൽ അവൻ തെളിയിച്ചു. പ്രിയപ്പെട്ടവരെ, മരിച്ച കല്ലറയിൽ അടക്കപ്പെട്ടവനെ കല്ലറയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു മരണത്തിൻ്റെ മേൽ അധികാരമുള്ള ദൈവമാണ് താനെന്നവൻ തെളിയിച്ചു. അടയാളങ്ങളിലൂടെ താൻ ആരാണെന്നും എന്താണെന്നും തൻ്റെ ആഗമനോദ്ദേശം എന്താണെന്നും കാര്യകാരണ സഹിതം തെളിയിച്ചിട്ടും അവർക്കവനെ ബോധ്യപ്പെട്ടില്ല എങ്കിൽ അത് ദൈവത്തിൻ്റെ കുറ്റമല്ല, അഹങ്കാരിയായ മനുഷ്യൻ്റെ മനോഭാവത്തിൻ്റെ തകരാറാണ്. നമ്മുടെ നിലപാടിൽ എന്ത് വ്യത്യാസമുണ്ട് പ്രിയപ്പെട്ടവരെ? അവസരങ്ങൾ എത്ര നമ്മുടെ മുമ്പിൽ കിട്ടി. ലോകത്ത് സംഭവിച്ച, ചരിത്രത്തിൽ സംഭവിച്ച എത്ര സംഭവങ്ങൾ ദൈവം നമുക്ക് തന്ന അവസരങ്ങളായി നമുക്ക് കിട്ടി. തെറ്റിൽ ജീവിക്കുന്നവർക്ക്, തിന്മ പ്രവർത്തിക്കുന്നവർക്ക്, നീതികേട് പ്രവർത്തിക്കുന്നവർക്ക് വരാൻ പോകുന്ന തകർച്ചയെക്കുറിച്ചോ ഒക്കെ വ്യക്തമായി എത്രയോ വട്ടം ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. എന്നിട്ടും അത് അനുസരിക്കാനോ അംഗീകരിക്കാനോ അതിൻ പ്രകാരം ജീവിതത്തെ പരിശോധിക്കാനോ ചിട്ടപ്പെടുത്താനോ തിരുത്താനോ നമുക്ക് ഇതുവരെ മനസ്സ് വന്നില്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ കുറ്റമല്ല, മത്സരികളായ മനുഷ്യൻ്റെ നിലപാടിൻ്റെ ദോഷമാണ്. അപ്പോഴും ദൈവം നാളെ അവസരങ്ങൾ ഏറെ കിട്ടിയിട്ടും അത് മുതലാക്കാതെ, അത് വേണ്ടവണ്ണം വിനിയോഗിക്കാതെ സ്വയംകൃതാനർത്ഥങ്ങളിലൂടെ നടന്ന് നിത്യനാശത്തിലേക്ക് പോകുന്ന ആധുനിക മനുഷ്യനെ നോക്കി നിലവിളിക്കുന്ന നിലവിളിയാണ് ഈ ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 19-ാം അധ്യായത്തിൽ ഇന്ന് നാം വായിച്ചെടുക്കേണ്ടത്. യെരൂശലേമേ യെരൂശലേമേ, അത് എന്നെയും നിങ്ങളെയും വിളിക്കുന്നതിന് തുല്യമാണ്. ഓ, നീ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുമല്ലോ. എത്ര വലിയ നാശമാണ് നിനക്ക് വരാനിരിക്കുന്നത്. നീ അവസരം കിട്ടിയിട്ട് മുതലാക്കിയില്ലല്ലോ. സത്യങ്ങൾ നിന്റെ കൺമുമ്പിൽ വരച്ച് കാണിക്കപ്പെട്ടിട്ടും നീ അത് അംഗീകരിച്ചില്ലല്ലോ. കണ്ണടച്ചിരുട്ടാക്കി വീണ്ടും നീ പാപത്തിൽ മുഴുകി ജീവിക്കുകയാണല്ലോ. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ മറയ്ക്കും പോലെ നിങ്ങളെ എൻ്റെ ചിറകിൻ കീഴിൽ മറയ്ക്കാൻ എനിക്ക് എത്രയോ വട്ടം മനസ്സായിരുന്നു. എത്രയോ വട്ടം ഞാൻ ചിറക് വിരിച്ച് പിടിച്ചു. എത്ര അവസരങ്ങൾ തന്നു, നീ അത് മുതലാക്കിയില്ലല്ലോ എന്ന് കർത്താവ് ഇന്നും നിന്ന് വിലാപം കഴിക്കുമ്പോൾ ആ വിലാപത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടുണ്ടോ ദൈവമക്കളെ? ഓർത്ത് വയ്ക്കുമ്പോൾ മനുഷ്യൻ്റെ എല്ലാ നിലവിളിക്കും ഉത്തരം കിട്ടിയിട്ടുണ്ട്. കാരണം ഉത്തരം കൊടുക്കേണ്ടവൻ ദൈവമാണ്. ദൈവത്തിൻ്റെ നിലവിളിക്ക് മാത്രം ഉത്തരം കിട്ടിയിട്ടില്ല. ദൈവം അന്നും ഇന്നും നിലവിളി തുടരുകയാണ്. ഇതാ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നിറഞ്ഞൊഴുകുന്ന കണ്ണുമായി എനിക്കും നിങ്ങൾക്കും മധ്യേ ദൈവം നിൽക്കുന്നുണ്ട്. സാക്ഷാൽ യേശുക്രിസ്തു നിലവിളിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നിറകണ്ണോടെ നിന്റെ മുമ്പിൽ നിൽക്കുന്നു. കുഞ്ഞെ, എൻ്റെ കർത്താവ് ഇന്ന് വിലാപം കഴിക്കുന്നത് എന്നെക്കുറിച്ചും എൻ്റെ പാപജീവിതത്തെക്കുറിച്ചുമാണെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വലിയ ബോധ്യം ആർക്കെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഇനി ഒരു നിമിഷം കൂടെ എൻ്റെ കർത്താവ് കരയരുത്. ആ കരച്ചിൽ മാറ്റേണ്ടത് ഞാനാണ്. എൻ്റെ തെറ്റ് ഞാൻ തിരുത്തിയാൽ എൻ്റെ ദൈവത്തിൻ്റെ കണ്ണുനീരടങ്ങുമെന്ന് ഉള്ളത്തിൽ പറഞ്ഞ് തെറ്റൊന്ന് തിരുത്താൻ നമുക്ക് മനസ്സുണ്ടാകണം. അല്ലെങ്കിൽ നാം ദൈവത്തെ നിരന്തരം കണ്ണുനീരിൽ തള്ളിയിടും. വിലാപം തുടർന്നുകൊണ്ടിരിക്കും. മനുഷ്യൻ്റെ വിലാപത്തിന് ഉത്തരം തന്ന ദൈവത്തെ അസ്തമിക്കാത്ത വിലാപത്തിന് ഉടമയാക്കി തീർക്കരുതേ. അതുകൊണ്ട് നാം ഇന്ന് തിരുത്തപ്പെടുകയത്രേ വേണ്ടത്, യഥാസ്ഥാനപ്പെടുകയത്രേ വേണ്ടത്, മാനസാന്തരപ്പെടുകയത്രേ വേണ്ടത്. വിലാപം കഴിച്ചവരുടെ ഒരു പട്ടികയാണ് ഈ നാളുകളിൽ നാം പരിശോധിച്ചത്.
രണ്ട് കൂട്ടരുടെ വിലാപമാണ് പ്രധാനമായും കേട്ടത്. ഒന്ന് മനുഷ്യൻ്റെ, രണ്ട് ദൈവത്തിൻ്റെ. മനുഷ്യൻ്റെ എല്ലാ വിലാപത്തിനും ദൈവം ഉത്തരം കൊടുത്തു. ദൈവത്തിൻ്റെ വിലാപത്തിന് മനുഷ്യന് ഉത്തരം കൊടുക്കണം. നമുക്ക് തീരുമാനിക്കാം, സമർപ്പിക്കാം. ഈ ചിന്തകൾ ഇവിടെ പൂർത്തീകരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. നിൻ്റെ മക്കളെ വിളിച്ച പാദപീഠത്തിലിരുത്തി ഞങ്ങളുടെ മധ്യേ എഴുന്നള്ളി വന്ന് നീ ഞങ്ങളോട് ഹൃദയം പൊട്ടി വലിയ നിലവിളിയോടെ സംസാരിച്ച ഒരു ദിവസമായിരുന്നല്ലോ ഇത്. സത്യമായിട്ടും കർത്താവേ, നിന്നെ കണ്ണുനീരിൽ മുക്കുന്നത് ഞാനാണ്. എൻ്റെ ചിന്തകളാണ്, എൻ്റെ പ്രവൃത്തികളാണ്, എൻ്റെ പ്രയാണങ്ങളാണ്, എൻ്റെ ജീവിതശൈലിയാണ്. ഞാൻ ദൈവത്തിൻ്റെ മകൻ എന്ന പദവിയിൽ, മകളെന്ന പദവിയിൽ മാന്യത സൂക്ഷിച്ചില്ല, തെറ്റിപ്പോയി. കർത്താവേ, ഞാൻ നിന്നെ നിരന്തരം കണ്ണുനീരിൽ മുക്കുന്ന മഹാഭാവിയാണ്. എന്നോട് പൊറുക്കണം, എന്നോട് പൊറുക്കണം, എന്നോട് പൊറുക്കണം ദൈവമേ. ഇനി നിന്നെ കരയിപ്പിക്കാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ തിന്മ പ്രവർത്തിക്കില്ല, പാപത്തിൽ മുഴുകില്ല, നിൻ്റെ വഴി വിട്ട് മാറില്ല. ദൈവമേ, ഇപ്പോൾ അവിടുത്തെ കണ്ണുനീർ അടങ്ങട്ടെ. ഞാൻ ഇനി നിന്നെ കരയിപ്പിക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. കർത്താവേ, ഈ സമയത്ത് സമർപ്പിച്ച കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന സകല മക്കളെയും അവിടുന്ന് സ്വീകരിക്കുകയും അവിടുത്തെ മുഖം പ്രസന്നമായി ഇതിൻ്റെ മക്കളെ മാറോടി ചേർക്കുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.